ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഓട്ടോ പിടിച്ച് മീനാക്ഷി പോയപ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു ഓട്ടോയിൽ ദേവിയും വരുന്നുണ്ട്. എന്നാൽ ദേവി തൻ്റെ പിന്നാലെ വരുന്നു എന്ന് മനസ്സിലാക്കിയ മീനാക്ഷി പകുതി വെച്ച് ഓട്ടോ നിർത്തിയിട്ട് വളരെ സ്പീഡിൽ നടന്നു പോവുകയാണ്. അതുപോലെ തന്നെ ദേവിയും അവിടെ വെച്ച് വണ്ടി നിർത്തിയതിന് ശേഷം മീനാക്ഷിയുടെ പിന്നാലെ പോകുന്നു. മീനാക്ഷി അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവി മീനാക്ഷിയുടെ പിന്നാലെ പോകുന്നുണ്ട്. വളരെ സ്പീഡിൽ തന്നെയാണ് മീനാക്ഷി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ദേവി കാണാതിരിക്കാൻ വേറെവിടെയോ മറിഞ്ഞു നിൽക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തെത്തിയ രാജലക്ഷ്മി മാധുരിയുടെ മരണത്തെപ്പറ്റി ആലോചിക്കുന്നു. സാവിത്രി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ, ആരാ അമ്മയെ മരിച്ചതെന്ന്. അമ്മയെ നനഞ്ഞ വസ്ത്രം പോലും മാറാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന് മാലതി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, ഏട്ടത്തിയും അമ്മയും ഏതാണ്ട് ഒരുപോലെയാ. രണ്ടുപേരും നമ്മളോടൊന്നും പറയില്ല എന്ന് ഉറപ്പിച്ചതുപോലെയുണ്ട്. ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നീ മിണ്ടരുതെന്ന്. ആര് കാരണമാണോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടത് അവർ മരിച്ചു. ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി. ഇനി ഈ വീട് നിറയെ പ്രകാശം പരക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളക്ക് കത്തിച്ചു വെക്കുകയാണ് അമ്മ. അങ്ങനെ പ്രകാശം പരത്തുന്ന വീടായിട്ട് ഈ ചെമ്പകമംഗലം മാറട്ടെ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം മീനാക്ഷി ഇങ്ങനെ ദേവിയുടെ കണ്ണിൽ പെടാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നാലെ ദേവിയും പോകുന്നുണ്ട്. കുറെ ദൂരം പോയതിനു ശേഷം മീനാക്ഷി ഓടി വരുന്ന സ്ഥലത്ത് കുറെ പയ്യന്മാരെ നിൽക്കുന്നു. അവരുടെ മുന്നിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് മീനാക്ഷി. മോള് വഴിതെറ്റിയതാണല്ലേ, മോൾക്ക് എവിടെയാ പോകേണ്ടത്? ലിഫ്റ്റ് ചേട്ടന്മാർ തരാം എന്നൊക്കെ ആ പയ്യന്മാർ പറഞ്ഞപ്പോൾ മാറ്, എനിക്ക് പോണം എന്ന് മീനാക്ഷി പറയുന്നു. അങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പയ്യൻ മീനാക്ഷിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞു അവരിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ് മീനാക്ഷി. എന്നാൽ പറ്റുന്നില്ല. നീ കാറിലോട്ട് കയറുമോളെ എന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. അവരിൽ നിന്നും മീനാക്ഷി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നാലെ ആ പയ്യന്മാരുണ്ട്. ഒടുവിൽ മീനാക്ഷി ഓടി വന്നു നിന്നത് ദേവിയുടെ മുന്നിൽ. ദേവി മീനാക്ഷിയെ പിടിച്ച് പിന്നിൽ നിർത്തുന്നു. ആ പയ്യന്മാരുടെ നേർക്ക് വളരെ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. നിങ്ങൾ ആരാ എന്ന് ആ പയ്യന്മാർ ചോദിച്ചപ്പോൾ ദേവി പറയുന്നു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി തരാം. ഉടൻ ദേവി ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. പെട്ടെന്ന് ആ പയ്യന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയം കൊണ്ട് മീനാക്ഷിയും അവിടെ നിന്നും ഓടിക്കളഞ്ഞു. ദേവി തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷിയെ കാണുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ മീനാക്ഷി അമ്മയുടെയും അച്ഛൻ്റെയും ചിത്രം മീനാക്ഷി തന്നെ വരച്ചിരുന്നു. അത് നോക്കിയിരിക്കുകയാണ്. ആ സമയം വാതിൽ ആരോ മുട്ടുന്നു. ഡോറ് തുറന്നു നോക്കിയപ്പോൾ ദേവി തന്നെ മുന്നിൽ. ദേവി ഒരു പുഞ്ചിരിയോടെ നിന്നപ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ അവരെ നോക്കുന്നു. മീനാക്ഷി അകത്തേക്ക് കയറി വന്നു. അതെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്നെ മീനാക്ഷി ചോദിച്ചപ്പോൾ നിന്നെ കാണാനാ വന്നത് എന്ന് സ്നേഹത്തോടെ ദേവി പറയുന്നു. എനിക്ക് നിങ്ങളെ കാണണ്ട എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലല്ലോ എന്ന് ദേവിയും പറയുന്നുണ്ട്. എന്തിനാ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നത്? അത് കേട്ട് ദേവി പറയുന്നു, നീ എൻ്റെ കൂടെ വരണം. നിന്റെ അച്ഛൻ എന്നെ വിശ്വസിച്ച് നിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെക്കാളും നിങ്ങളെയാണോ വിശ്വാസം? നിങ്ങൾ കാരണം എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അച്ഛൻ ജയിലിലായി. ഇപ്പോൾ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ വന്നിരിക്കുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ദേവി പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് വേറെ ഉദ്ദേശമൊന്നും ഇല്ല മോളെ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് മടങ്ങി വരുന്നത് പോലെ നിന്റെ സംരക്ഷണം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ എൻ്റെ ആരുമല്ല. ഞങ്ങളുടെ കുടുംബം തകർത്തിട്ട് നാണവില്ല ഇങ്ങനെ വന്ന് നിൽക്കാനെന്ന് മീനാക്ഷി ചോദിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇതുവരെ ഒരിക്കലും തമ്മിൽ കാണാത്ത എന്നോട് എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം? ഞാനാണ് നിന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ വിചാരിച്ചു കൂടുന്നതെല്ലാം തെറ്റാണ്. നീ എന്തൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചാലും നിന്നെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാൻ ഞാൻ ഒരുക്കമല്ല. നീ എന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. അത്രയും പറഞ്ഞതിന് ശേഷം ദേവി ചുമയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു. പെട്ടെന്ന് ഡോറിന് മുട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നു നോക്കുന്നു. ഈ ഫ്ലാറ്റിന്റെ അസോസിയേഷനിലെ പ്രസിഡന്റാണ് വന്നിരിക്കുന്നത്. അയാൾ അവിടേക്ക് വന്നിട്ട് വീട് മുഴുവനും ഒന്ന് നോക്കുന്നുണ്ട്. ഞങ്ങളെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവരും പരാതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫ്ലാറ്റ് ഒഴിഞ്ഞു കിട്ടണം. കുട്ടി, ഈ ഫ്ലാറ്റ് ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോയേ പറ്റൂ എന്ന് അയാൾ പറഞ്ഞപ്പോൾ ദേവി പറയുന്നു, പ്രായപൂർത്തി പോലും ആവാത്ത ഈ പെൺകുട്ടി എങ്ങോട്ട് പോവാനായി ഈ രാത്രി? അതെൻ്റെ വിഷയമല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ബന്ധുവാണെങ്കിൽ ഈ കുട്ടി ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് പോകൂ എന്ന് അയാൾ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ ഇവിടെയാണ്. ഇതെൻ്റെ വീടാണ്. ഞാൻ എവിടേക്കും പോവില്ല. എന്നാൽ പിന്നെ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ദേവി പറയുന്നു, ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞോട്ടെ സാർ. നേരം പുലരുമ്പോൾ ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു രാത്രി ക്ഷമിക്കാം. നാളെ രാവിലെ ഫ്ലാറ്റ് ഒഴിഞ്ഞിരിക്കണം എന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. മറ്റൊന്നും ചെയ്യാനാകാതെ അവിടെ ഇരുന്ന് കരയുകയാണ് മീനാക്ഷി. പിന്നെയും ദേവിയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു.
വിളിച്ചത് അമ്മയാണ്. നീ ഇപ്പോൾ എവിടെയാണ്? എന്താ രാത്രിയായിട്ടും വരാൻ വൈകുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ ദേവി പറയുന്നു, അത് പിന്നെ അമ്മേ, ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരി മരിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. ഞാനിപ്പോൾ അവിടെയാണ്. ആരാ നിന്റെ കൂട്ടുകാരി? അവൾക്ക് എന്ത് പറ്റിയതാണ് എന്ന് അമ്മ ചോദിച്ചപ്പോൾ, അതെല്ലാം ഞാൻ അവിടെ വന്നിട്ട് വിശദമായി പറയാമേ എന്ന് ദേവി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു, ആയിക്കോട്ടെ, മരിച്ചവരോ മരിച്ചു. ആ കുടുംബത്തിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ അത് നീ ചെയ്തിട്ടേ വരാവൂ. തീർച്ചയായിട്ടും അത് തന്നെ എൻ്റെ തീരുമാനം. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ദേവി പറഞ്ഞതും അമ്മ ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ എത്തുമെന്ന്? ഞാൻ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ദേവി ഫോൺ വെച്ചു. നന്ദിനിയുടെ കൂട്ടുകാരി മരണപ്പെട്ടു. ഏത് കൂട്ടുകാരിയാണെന്ന് അവൾ പറഞ്ഞില്ലല്ലോ എന്ന് അമ്മ ആലോചിക്കുന്നുണ്ട്. ആ സമയം അവരുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ തനിച്ചു നിൽക്കുന്നത്? ആരോ മരിച്ചതായിട്ട് നീ പറഞ്ഞല്ലോ, ആരാ മരിച്ചത്? എന്നാൽ അത് കേട്ട് രാജലക്ഷ്മി ഒന്നും പറയുന്നില്ല. വല്ലതും കഴിക്കണ്ടേ, വാ എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നുണ്ട്. ഞാൻ വന്നോളാം, കൈമളാട്ടൻ പൊയ്ക്കോളൂ എന്ന് ലക്ഷ്മി പറയുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൈഥിലിയും കാർത്തികും. രാത്രിയല്ലേ, നല്ല കാര്യങ്ങളൊന്നും രാത്രി പറയരുത്, രാവിലെ പറയാമെന്ന് മൈഥിലി കാർത്തികിനോട് പറയുന്നുണ്ട്. ശരി, ഓർമ്മിപ്പിച്ചത് നന്നായി. സന്തോഷ വാർത്തയായോണ്ട് ഞാൻ പറയുമായിരുന്നു. വരൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ മുറിയിലെത്തിയ മൈഥിലി വളരെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സാവിത്രി വാതിൽ തൊട്ടുന്നു. ആരാ എന്ന് ചോദിച്ചപ്പോൾ, ഞാനാ, വാതിൽ തുറക്കുമെന്ന് സാവിത്രി പറയുന്നു. ടെൻഷനോടെ വാതിൽ തുറക്കുകയാണ് മൈഥിലി. നീ കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ ടെൻഷനോടെ മൈഥിലി പറയുന്നു, അതൊക്കെ ലോക്കറിൽ ഇരിപ്പുണ്ട്. എവിടെ? ഞാനൊന്ന് കാണട്ടെ എന്ന് സാവിത്രി. അതൊക്കെ പിന്നീട് കാണാം, ഇപ്പോൾ അമ്മയൊന്ന് പോയേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്ന് മൈഥിലി പറഞ്ഞതും അവിടെ നിന്ന് പോവുകയാണ് സാവിത്രി. ശേഷം പെട്ടെന്ന് തന്നെ വൈശാഖിനെ മൈഥിലി ഫോൺ ചെയ്യുന്നുണ്ട്. വൈശാഖിനാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. അങ്ങനെ വൈശാഖിനോട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് കാർത്തിക് വന്ന് മൈഥിലിയുടെ തോളിൽ പിടിക്കുന്നു. പെട്ടെന്ന് ഫോൺ സംസാരം നിർത്തുകയാണ് മൈഥിലി. ആരാണ്? മൈഥിലിയുടെ അമ്മയായിരുന്നോ ഫോണിലെന്ന് കാർത്തിക് ചോദിക്കുന്നു. അതെ, എൻ്റെ അമ്മയാണ്. അമ്മേ, ബാക്കി കാര്യങ്ങൾ ഞാൻ അമ്മയോട് വിശദമായി പിന്നീട് പറയാം. ഇപ്പോൾ എന്നെ ഒന്ന് വെറുതെ വിട് അമ്മേ, ഞാൻ അങ്ങോട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാർത്തിക് പറയുന്നു, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഞാൻ സംസാരിക്കാമെന്ന്. അതിനിടയിൽ ഫോൺ കട്ടാക്കിയിട്ട് പിന്നെയും ഫോൺ വിളിക്കുന്ന രീതിയിൽ മൈഥിലി സംസാരിക്കുന്നു. അയ്യോ, അമ്മ കട്ടാക്കി, ഞാൻ പിന്നീട് വിളിച്ചു തരാം. വൈശാഖ് വിചാരിക്കുന്നു, മൈഥിലിക്ക് ഇത് എന്ത് പറ്റി, ഫോൺ കട്ട് ചെയ്തല്ലോ. മൈഥിലിക്ക് വേറെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഫാനിന്റെ കീഴിൽ നിന്ന് വിയർക്കുന്നല്ലോ എന്നൊക്കെ കാർത്തിക് പറയുന്നുണ്ട്. ആഹാരം കഴിക്കാൻ വരൂ, ഞാൻ നിന്നെ വിളിക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് കാർത്തിക് പറയുന്നുണ്ട്. അങ്ങനെ സാരി മാറ്റാൻ തുടങ്ങുകയായിരുന്നു മൈഥിലി. ആ സമയത്ത് വൈശാഖ് പിന്നെയും മൈഥിലിയെ തിരിച്ചു വിളിക്കുന്നുണ്ട്. കാർത്തിക് മുറിക്ക് പുറത്ത് പോയിട്ടില്ല. ടെൻഷനോടെ മൈഥിലി കാർത്തികിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ അതിൽ നിന്നും ഡിവോഴ്സ് പേപ്പർ താഴെ വീഴുന്നു. ദേവിയും അരികിൽ തന്നെയുണ്ട്. ആ ഡിവോഴ്സ് പേപ്പർ ദേവിയെ കാണിച്ചിട്ട് മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു, ഇത് കണ്ടോ, ഇത് എൻ്റെ അമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡിവോഴ്സ് പേപ്പറാണ്. ഇതിനെല്ലാം കാരണക്കാരി നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ്. നിങ്ങളുടെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് പേടിയായിരുന്നു. നിങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ എപ്പോഴും അവർ തമ്മിൽ വഴക്കിട്ടിരുന്നത്. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. നിങ്ങൾ അച്ഛനെ നിർബന്ധിച്ചിരുന്നോ എൻ്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ? അത് കേട്ട് ദേവി പറയുന്നു, നിന്റെ മുന്നിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇപ്പോൾ എനിക്ക് നേരമില്ല. ഒരു കാര്യം നീ ഓർക്കണം, കുറച്ചു കാലം നീ എൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ. എൻ്റെ കൂട്ടുകാരിയുടെ മകളാ നീ. അത് കേട്ട് മീനാക്ഷി പറയുന്നു, ഓഹോ, എന്നിട്ടാണോ നിങ്ങൾ എൻ്റെ അമ്മയെ വഞ്ചിച്ചത്? ദേവി പറയുന്നു, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അത് നിനക്ക് പുറകെ മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. എൻ്റെ കൂടെ നീ താമസിക്കുന്നിടത്തോളം കാലം നീ അതനുസരിച്ചേ പറ്റൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ ദേവി മീനാക്ഷിയോട് പറയുന്നുണ്ട്. ഇത് നിന്റെ പുതിയ ജീവിതമാണ്, അവിടെ ഞാനായിരിക്കും നിന്റെ അമ്മ. അത് കേട്ട് മീനാക്ഷി ഞെട്ടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ കൈമളിങ്ങനെ കണ്ണാടിയിൽ നോക്കി നരേക്ക് നോക്കിയിരിക്കുകയാണ് ചാരു കസേരയിലിരുന്ന്. അവിടേക്ക് ചായയുമായി മാലതി എത്തി. ആ കാപ്പി കുടിച്ചതിന് ശേഷം ഒരൊറ്റ തുപ്പാണ്. ഇത് എന്തിന് കാപ്പി? എങ്ങനെയാണോ കാപ്പി ഉണ്ടാക്കുന്നത്? ദാ പിടി എന്ന് പറഞ്ഞ് അത് മാലതിയുടെ കയ്യിൽ കൊടുത്തു. ഇത്രയും നാളായിട്ട് നീ ഒരു കാപ്പി ഇടാൻ പഠിച്ചില്ലേ? നിനക്കിവിടെ എന്ത് ജോലിയാ ഉള്ളത് എന്നൊക്കെ കൈമള് പറയുന്നുണ്ട്. ജഗദീഷ് അവിടേക്ക് വന്നിട്ട് എന്താ ഇവിടെ ബഹളമെന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് മാലതി ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. എന്താ അച്ഛാ, എന്താ പ്രശ്നമെന്ന് ജഗദീഷ് വീണ്ടും അച്ഛനോട് ചോദിക്കുന്നുണ്ട്. നീ നിന്റെ ഭാര്യയോട് ചോദിക്കേ എന്നെ കൈമള് പറഞ്ഞപ്പോൾ എന്താ മാലതി, എന്താ പ്രശ്നമെന്ന് ചോദിച്ച് സാവിത്രി അവിടെ എത്തി. ഞാൻ അച്ഛന് കാപ്പി ഉണ്ടാക്കി കൊടുത്തു, അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാലതി പറഞ്ഞപ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇഷ്ടപ്പെടാത്തതെന്ന്. കൈമൾ ഉടൻ പറയുന്നുണ്ട്, നന്ദിനി ഉണ്ടാക്കുന്ന കാപ്പി പോലെ ആയിട്ടില്ല, അതാ ഇഷ്ടപ്പെടാത്തത്. നന്ദിനി ഉണ്ടാക്കുന്നത് പോലത്തെ കാപ്പി ഉണ്ടാക്കാൻ നന്ദിനിക്ക് മാത്രമല്ലേ പറ്റൂ
എന്നെ സാവിത്രിയുടെ ഭർത്താവ് പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു, അതിനിപ്പോൾ നന്ദിനിയെടുത്ത് ഇവിടെ ഇല്ലല്ലോ അച്ഛാ. 2 ദിവസം നന്ദിനി ഇവിടെ ഇല്ല എങ്കിൽ എല്ലാം കുഴപ്പമാണ്, പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രിയും മാലതിയും. അമ്മയും അവിടേക്ക് എത്തി. സാവിത്രി പറയുന്നു, അതെ, സഹിക്കാൻ വയ്യാത്തോണ്ട് പറയാ. ഈ നന്ദിനി കാരണം ഞങ്ങൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്ത് ചെയ്താലും ഏത് ചെയ്താലും നന്ദിനി ചെയ്യുന്നത് പോലെ ആവണം. എന്തിനാ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഞങ്ങൾക്ക് നന്ദിനി പോലെ ആവാൻ പറ്റില്ല. ഏറെ നേരവും നന്ദിനി നന്ദിനി നന്ദിനി. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ അത് കുഴപ്പം. അവൾ എങ്ങോട്ട് പോകുന്നതിനും എൻ്റെ തോന്നിവാസം കാണിക്കുന്നതിനും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അവൾ എവിടെയാ എന്തിനാ പോയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് ദേഷ്യത്തോടെ സാവിത്രി പറഞ്ഞപ്പോൾ സാവിത്രിയുടെ കർണത്തിട്ട് കൊടുക്കുകയാണ് രാജലക്ഷ്മി അമ്മ. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. മേലാൽ ഇതുപോലെ നിന്ന് വിഷം വിളമ്പരുത്. നന്ദിനി ആരാണെന്നും എന്താണെന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട. മര്യാദയ്ക്ക് നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ ചവിട്ടി പുറത്താക്കും എന്ന് സാവിത്രിയുടെ ഭർത്താവിനോട് രാജലക്ഷ്മി അമ്മ പറയുന്നു. ജഗദീഷ് പറയുന്നു, അമ്മേ, സാവിത്രി എടുത്തി പറയുന്നതിൽ കാര്യമില്ലേ? നന്ദിനി എടുത്തി പോയിട്ട് ഇപ്പോൾ 2 ദിവസമായില്ലേ? പോയ കാര്യം ഇതിനകം കഴിഞ്ഞു കാണുമല്ലോ, പിന്നെ എന്താ വരാൻ വൈകുന്നത്? അമ്മ പറയുന്നു, അവളുടെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി, അവൾ അങ്ങോട്ട് പോയിരിക്കുക, അതാ വരാൻ താമസിക്കുന്നത്. അതറിയാമെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു, ഓരോന്നിനും ഓരോ സന്ദർഭം വരാതെ പറയാൻ പറ്റുമോ? അത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് ദേഷ്യത്തോടെ പോകുന്നു. സാവിത്രി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ ഭർത്താവും. സാവിത്രി ദേഷ്യത്തോടെ ഭർത്താവിനോട് പറയുന്നു, അമ്മയ്ക്ക് സ്വന്തം മകളായ എന്നോടല്ല ഇഷ്ടം, അവളോടാണ്. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ എതിർത്ത് പറഞ്ഞാൽ അപ്പോൾ അമ്മ എന്നെ തല്ലും. ഇതൊരു പതിവായിരിക്കുക. അമ്മ ചേച്ചിയെ തല്ലിയത് തീരെ ശരിയായില്ല, അത് നന്ദിനി എടുത്തിയുടെ കാര്യത്തിൽ എന്ന് മാലതി പറയുന്നുണ്ട്. ആ സമയം കാർത്തികും മാലതിയും മൈഥിലിയും അവിടെ എത്തി. അമ്മയ്ക്ക് മുത്തശ്ശിയുടെ നടി കിട്ടിയോ? എങ്കിൽ പിന്നെ അത് ദേവിയമ്മ പറഞ്ഞതിനായിരിക്കും. എന്തിനാ അമ്മ ആ പാവത്തിനെ വഴക്ക് പറയുന്നത് എന്ന് കാർത്തിക് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ് സാവിത്രി, അല്ലെങ്കിലും എനിക്കറിയാടാ, നിനക്ക് എന്നേക്കാൾ സ്നേഹം ആ ദേവമ്മയോടാണെന്ന്. പെറ്റമ്മയ്ക്ക് തല്ല് കിട്ടിയാലും നിനക്ക് നോവില്ല, ദേവമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് പൊള്ളും. കാർത്തിക് പറയുന്നു, അതെ, എനിക്ക് അമ്മയേക്കാൾ സ്നേഹം ദേവമ്മയോട് തന്നെയാണ്. നിന്നെ പെറ്റു വളർത്തിയത് ഞാൻ, അല്ലാതെ അവളല്ല എന്ന് വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ് സാവിത്രി. ഒന്ന് നിർത്ത്, നിങ്ങൾ അമ്മയും മോനും തമ്മിൽ ഈ കാര്യത്തിൻ്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട എന്ന് അയാൾ പറഞ്ഞപ്പോൾ കാർത്തിക് പറയുന്നു, ഞാൻ വഴക്കിന് വന്നതല്ല അച്ഛ, എല്ലാവരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. സന്തോഷ വാർത്ത എന്താ മോനെ? ഞങ്ങൾ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കൈമളും രാജലക്ഷ്മി അമ്മയും ഒക്കെ അവിടെ എത്തി. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് എന്ന് കാർത്തിക് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അത് കേട്ടപ്പോൾ സാവിത്രിക്ക് സന്തോഷമാകുന്നുണ്ട്. മോനെ എന്ന് പറഞ്ഞ് 2 പേർക്കും ചുംബനം കൊടുക്കുകയാണ് രാജലക്ഷ്മി അമ്മ. ഈ വീട്ടിലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ കേട്ടത്. ഒരു പുതിയ അതിഥി ഈ വീട്ടിലേക്ക് വരുമല്ലേ എന്നും പറയുന്നുണ്ട്. ആ സമയം വൈശാഖം അവിടെ എത്തുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.